ഈ കാണുന്നത് ഒരു സിംഗിൾ സ്പീക്കർ മാത്രമുള്ള ടൈപ്പ് വയർലെസ് ഇയർഫോൺ ആയിരുന്നു. ഇതെന്റെ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ടിന്റെ ആയിരുന്നു. അപ്പോൾ ഓണൊക്കെ ആയി വരും, പക്ഷേ സ്പീക്കർക്ക് സൗണ്ട് കേൾക്കാനില്ലെന്നും പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് ചോദിച്ചു കൊണ്ട് തന്നായിരുന്നു. ഇതിന്റെ സ്പീക്കറിന്റെ കേബിൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് വലിച്ച് പുറത്തേക്ക് എടുക്കാവുന്ന ടൈപ്പിലുള്ളതായിരുന്നു. അപ്പോൾ ഇത് ശരിയാക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി ഒന്ന് അഴിച്ചു നോക്കാം. ഇതിന്റെ സ്പീക്കറിന്റെ കേബിൾ വന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കേബിൾ വലിച്ച് പുറത്തേക്ക് എടുക്കാനും ആവശ്യം കഴിയുമ്പോൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേന് കേബിൾ റിട്ടേൺ ഉള്ളിലേക്ക് കയറി വന്ന രീതിയിലുമായിരുന്നു. അപ്പോൾ ഈ കേബിൾ ചുറ്റിയിരിക്കണതിൻ്റെ ഉള്ളിൽ വല്ലതും വിട്ടുപോയതാണെന്ന് അറിയാൻ വേണ്ടി അതും ഒന്ന് അഴിച്ചു നോക്കി. അഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലാവ് പിടിച്ചെല്ലാം കുളമായിട്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് WD-40 ഒക്കെ വെച്ച് ബഡ്സിലേക്ക് ഇങ്ങ് സ്പ്രേ ചെയ്ത ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തങ്ങെടുത്തു. പിന്നെ ആദ്യം ക്ലീൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിൽ ചെറിയ ലെഗ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തേഞ്ഞിങ്ങനെ തീർന്നു പോയായിരുന്നു. അതെല്ലാം ചെറിയ സോൾഡറിങ്ങായും വെച്ച് സോൾഡർ ചെയ്തെല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് അഴിച്ചെടുത്തതെല്ലാം വീണ്ടും ഫിറ്റ് ചെയ്യാം. ഈ ടൈപ്പ് ഇയർഫോൺ ഇവിടെ അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല. ഇനി പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കവറെല്ലാം അടക്കണതിന് മുമ്പായിട്ട് കേബിൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്നും കൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ സോൾഡർ ചെയ്തിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല. കേബിൾ നല്ല സ്മൂത്തായിട്ട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അഴിച്ചെടുത്ത കവർ നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇയർഫോണിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ബാറ്ററിയുടെ ചാർജ് എത്ര % ഉണ്ടെന്നെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മൊബൈലിനെ ബ്ലൂടൂത്ത് വഴി ഒന്ന് പെയർ ചെയ്തിട്ടൊന്ന് പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് പോയാൽ പോട്ടെ, ശരിയാകാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.